ശരി, ശ്രീ പ്രമോദ് പുഴങ്കര, താങ്കൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കുന്നതിൽ പറഞ്ഞ രൂപത്തിലല്ല എന്നതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ ഈ KSRTC ബസ്സിൽ പൂർണ്ണമായും എല്ലാ സർവീസുകളിലും അത് പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നേതാക്കൾ വീടുകളിലെത്തി ആളുകൾക്ക് നൽകിയിരുന്ന ഉറപ്പ്. പക്ഷെ ഇപ്പോൾ അത് ഓർഡിനറി ബസ്സുകളിലേക്ക് ചുരുങ്ങുന്നു, ഓർഡിനറി ബസ്സുകൾ തുടങ്ങുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങ് എങ്ങനെയാണ് ഇതിൽ കാണുന്നത്? ഇതിൽ സാമൂഹ്യനീതി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും കിട്ടാത്ത രീതിയിൽ അത് എന്താണ്, പ്രദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ കിട്ടാത്ത സാഹചര്യം വരികയല്ലേ? ഇതിനെ നമ്മൾ കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനമായിട്ടും കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ട ഒരു യാത്രാ സൗജന്യത്തിൻ്റെയും ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ നടപ്പാക്കുന്നതിൻ്റെയുമായിട്ട് രണ്ട് ഭാഗത്തായിട്ട് കാണണം. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം, അതിൽ KSRTC അടക്കമുള്ള പൊതുമേഖലയുടെ പങ്ക്, സ്വകാര്യ ബസ്സുകളുടെ പങ്ക്, ഇതിൽ സ്ത്രീ യാത്രക്കാരുടെ പങ്കാളിത്തം, അവരെത്രത്തോളം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, ഇതിനെയൊക്കെ കണക്കാക്കി സമഗ്രമായൊരു രീതിയിൽ വേണം ഇതിനെ സമീപിക്കുന്നതിന്. എൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകത്തിൻ്റെ മുകളിൽ തൂങ്ങിയിട്ടല്ല ഇപ്പോൾ പ്രതിപക്ഷം ഇവർ ഒക്കെ പറയുന്ന പോലെ ഇപ്പോൾ എത്ര ബാലിശമായ വർത്തമാനങ്ങളാണ് കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾ എന്ന് പറയുന്നവരുടെ വലിയൊരു വിമർശനം. ഒരു പൊതുഗതാഗത സംവിധാനത്തെക്കുറിച്ചും അതിലുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന സൗജന്യത്തെക്കുറിച്ചുള്ള സംസാരം, ഒരു സംവാദം അതിലിതാണോ? കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മൂകാംബികയ്ക്കും കണ്ണൂരിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും സ്ത്രീകളെ സൗജന്യമായിട്ട് കൊണ്ടുപോകുന്നതിനാണോ? വീട്ടിൽ ചെന്ന് ആളുകളോട് പറഞ്ഞ വാചകമാണ്, അതാണ് എടുത്തു പറയുന്നത്. അത് അവരുടേതായിട്ട് പറഞ്ഞതല്ല. VD സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശനൊന്നും അല്ലല്ലോ കേരളത്തിന്റെ ഞാൻ ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല. ഇല്ല, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. VD സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കരുത് എന്ന് പറയേണ്ട ആളുകളാണ് നമ്മൾ. കാരണം എന്താ, സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകുന്നതിനും അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതിനും അങ്ങനെയല്ല ഈ സ്ത്രീകളുടെ സൗജന്യയാത്രയെക്കുറിച്ച് നമ്മൾ കാണേണ്ടത്. ഇത് എങ്ങനെയാണ്, അതൊരു സ്ട്രക്ചറൽ മൊബിലിറ്റി ഷിഫ്റ്റാണ് കൊടുക്കുന്നത്. ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് ലക്ഷറി ബസ്സുകളിലോ ദീർഘദൂര ബസ്സുകളിലോ പോകേണ്ട തരം യാത്രകൾക്കുള്ള ഒന്നല്ല സ്ത്രീകളുടെ സൗജന്യ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്.